ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ദോശ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഇനി ദോശ ചുട്ടെടുക്കാനുള്ള പാനൊന്ന് സ്റ്റൗവിൽ വെച്ച് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ പാനിലേക്ക് എത്ര മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് എത്രത്തോളം കനം കുറച്ചിട്ട് പരത്തിയെടുക്കാവോ ആ രീതിയിൽ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു ദോശയുടെ മുകൾ ഭാഗത്തുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എണ്ണയോ നെയ്യോ നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് പൊട്ടി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എണ്ണയോ നെയ്യൊക്കെ പറ്റി കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമേ. അപ്പോൾ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ബാലൻസ് ഇരിക്കുന്ന ദോശയും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയും കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ദോശയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടെ. അതുകൂടാതെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഗോതമ്പ് പൊടിയും കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ദോശയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.